ഇന്ത്യൻ രാഷ്ട്രത്തിലെ പ്രതിപക്ഷ സഖ്യമായി കണക്കാക്കുന്ന ഇന്ത്യ സഖ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉയരുന്ന ഒരു പ്രധാന വിമർശനമുണ്ട്. ഇവർ ഒരുമിച്ചിരുന്ന് ചർച്ചകൾ നടത്താറുണ്ടെങ്കിലും ഇവർക്ക് ഐക്യബലമില്ല എന്ന്. എന്നാൽ ഇപ്പോൾ പാർലമെന്റിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇത് തിരുത്തി പറയാൻ ആളുകളെ പ്രേരിപ്പിക്കുകയാണ്. ഭരണപക്ഷത്തെ മുൾമുനയിൽ നിർത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ ഇവരെല്ലാം ഇപ്പോൾ ഐക്യപ്പെട്ടു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചുവടുമാറ്റം. പാർലമെന്റിനകത്തും പുറത്തും അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങൾ പുതിയൊരു നേതൃത്വ തന്ത്രത്തിന്റെ ഉദയമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. സ്വന്തം സഖ്യകക്ഷികൾക്കിടയിൽ പോലും രാഹുൽ ഇപ്പോൾ ഒരു കരുത്തുറ്റ നായകനായി മാറിക്കഴിഞ്ഞു. ഇവിടെയാണ് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ വാക്കുകൾ പ്രസക്തമാകുന്നത്. ഇതിനു മുൻപ് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും നിശ്ചിതമായി വിമർശിച്ചിരുന്ന ഒരാളായിരുന്നു ഒമർ അബ്ദുള്ള. ഇന്ത്യ സഖ്യം വെന്റിലേറ്ററിലാണ് എന്ന് വരെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വലിയ പിന്തുണ തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. അദ്ദേഹം ചോദിക്കുന്നത് ലളിതമായ ഒരു ചോദ്യമാണ്. BJPക്കെതിരെ നിരന്തരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നത് ആരാണ്? സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്നത് ആരാണ്? പ്രതിപക്ഷത്തിന്റെ പ്രാഥമികമായ ജോലി ഭരണകൂടത്തെ ചോദ്യം ചെയ്യുക എന്നതാണ്. ആ കാര്യത്തിൽ രാഹുൽ ഗാന്ധി എവിടെയാണ് പരാജയപ്പെടുന്നതെന്ന് ഒമർ ചോദിക്കുന്നു. ചില മുതിർന്ന നേതാക്കൾ, ഉദാഹരണത്തിന് മണിശങ്കർ അയ്യർ, മമതാ ബാനർജി സഖ്യത്തിന്റെ നേതാവാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഒമർ അബ്ദുള്ള ഇതിനെ പാടെ തള്ളുകയാണ് ചെയ്തത്. നേതൃത്വത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചല്ല, മറിച്ച് സഖ്യത്തിന്റെ പൊതുവായ തീരുമാനമായിരിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതുവരെ ഒരു ഔദ്യോഗിക യോഗത്തിലും നേതൃമാറ്റം ചർച്ചയായിട്ടില്ലെന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലുണ്ടായ കോൺഗ്രസിന്റെ പരാജയത്തെ ഒമർ അബ്ദുള്ള നിഷേധിക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കപ്പുറം പ്രതിപക്ഷത്തിന്റെ ജോലി ഭരണപക്ഷത്തിന്റെ നടപടിയെ ചോദ്യം ചെയ്യുക, ജനകീയമായ കാര്യങ്ങൾ കൊണ്ടുവരാനായി ഭരണപക്ഷത്തെ ഫോഴ്സ് ചെയ്യുക എന്നതാണെന്ന് ഒമർ അബ്ദുള്ള ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു കാലത്ത് കോൺഗ്രസ് ഉയർത്തിയ വോട്ടുകളുടെ ആരോപണങ്ങളെയും EVM വിവാദങ്ങളെയും വിമർശിച്ച അതേ നേതാവ് ഇന്ന് രാഹുലിന്റെ പോരാട്ട വീര്യത്തെ പുകഴ്ത്തുന്നത് വലിയൊരു രാഷ്ട്രീയ മാറ്റമാണ്. ഇത് വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് ഇന്ത്യ സഖ്യത്തിനുള്ളിൽ രൂപപ്പെടുന്ന പുതിയൊരു സമവായത്തിന്റെ സൂചനയാണ്. പ്രാദേശിക താല്പര്യങ്ങളും വ്യക്തിപരമായ അഭിപ്രായങ്ങളും നിലനിൽക്കുമ്പോഴും ദേശീയതലത്തിൽ ഒരു പൊതു ലക്ഷ്യത്തിനായി പ്രതിപക്ഷം ഒന്നിക്കുന്നത് വലിയൊരു സൂചനയാണ് നൽകുന്നത്. അതിനോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ ജോലി ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാണ് എന്ന ഒമറിന്റെ പിന്താങ്ങൽ രാഹുൽ ഗാന്ധിക്ക് നൽകുന്നത് വലിയൊരു ആത്മവിശ്വാസം തന്നെയായിരിക്കും.